നമ്മുടെ ദിനമാണെന്ന്. ശരിയാണോ? ITC വരുന്നു നമുക്ക് 10 കോടി ബിസിനസ്സോടെ മാച്ച് ചെയ്തെങ്കിൽ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ 10 കോടിയല്ല അതിന്റെ കോടികളുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യാൻ നമ്മൾ നയിക്കുന്ന ലീഡറാണ് മധു മാവലി സാർ. കൈയടി പോരാ. കാരണം എന്റെ ലീഡർ എന്നെ പഠിപ്പിച്ചു, ഫ്രണ്ടിൽ വന്നിരുന്ന് കൈയടി കൊടുത്താൽ കൈയടി മേടിക്കാം. അതിനുള്ള തെളിവാണിത്. ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് വിജയിപ്പിച്ച ഏറ്റവും വലിയ ലീഡർ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മധു മാവലി സാറും കുടുംബത്തിനും ഈ ആശംസകളും എല്ലാം ഏറ്റുവാക്കുമ്പോൾ അവിടെ വിജയിക്കാൻ പോകുന്ന ഓരോരുത്തരായ സാധാരണക്കാരായ ഏതൊരു വ്യക്തിയും ചേർത്ത് നിർത്ത് വിജയിപ്പിക്കുന്ന GRB ഗ്രൂപ്പിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ലത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ്. അറിഞ്ഞോ അറിയാതെയോ ദൈവം നമുക്ക് നൽകിയ ലീഡർമാരാണ് ഗ്രേറ്റ് ലീഡേഴ്സ്. നമ്മുടെ എല്ലാം GRBയിലെ മധു മാവലി സാറും ഈ കുടുംബവും 100 വർഷമല്ല അതിന് മേലും വേണം. കാരണം നമ്മുടെ മാത്രം ITC അല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ITCയുടെ പ്രോഗ്രാമിൽ ഫ്രണ്ട് സീറ്റിൽ നമ്മൾ നയിക്കാൻ വേണം. നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്കെല്ലാം വിജയിക്കാൻ തരുന്ന ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് ഇനി നോക്കാനില്ല. കാരണം ഒരു ITC CTC എല്ലാ റാങ്കും നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. കാരണം വേറൊന്നും, ഞാൻ സാധാരണക്കാരനാണ്. പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മേഖലയിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്താ എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചേർത്ത് നിർത്തി. അവിടെയാണ് വിജയം. നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ മധു മാവലി സാറിന് എന്റെയും എന്റെ ടീമിന്റെയും ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള വിജയം നമ്മുടെയാണ് മാറ്റണം. നമ്മുടെ എല്ലാവർക്കും ഈ വിജയം നേടാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. അത് മാത്രമല്ല, ഇന്നിവിടെ നമുക്കറിയാം ഏതൊരു പ്രോഗ്രാമിലും നമ്മൾ കാണാറുണ്ട് നമ്മുടെ എല്ലാം ടീം സപ്പോർട്ട് പോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദു മേളവും കുടുംബവും മധു സാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആ കുടുംബത്തിനും ഈ ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഷിം. അത് മാറ്റിയിട്ടില്ല. കോതമംഗലത്ത് ഒരു 4 വീലുള്ള ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ആശയം കേട്ടു. പക്ഷെ അതിലൂടെ വലിയൊരു ബിസിനസ്സുകാരനാവുമെന്നൊന്നും വിചാരിച്ചില്ല. അതിലപ്പുറം ഇതുപോലൊരു ആദരവ് കിട്ടുമെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്ന് സ്റ്റാറായി സിൽവറായി ഗോൾഡായി കയറി നിൽക്കണം എങ്ങനെയാണ്? കാരണം ഇവിടെ ഓരോ ലീഡർമാർ കയറി നിന്ന് ഞാൻ സ്റ്റാറായി സിൽവറായി അല്ലെങ്കിൽ ഗോൾഡായി ഞാൻ ഇന്നതായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പക്ഷെ എന്റെ ഈ ബിസിനസ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം വിദ്യാഭ്യാസ കുറവും പച്ചക്കറി കച്ചവടം ചെയ്ത മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ GRBയിലെ ലീഡേഴ്സ് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്നാൽ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഓരോ ലീഡേഴ്സ് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ വിജയിക്കും. കാരണം എന്റെ കഴിവല്ല, ഇവിടെ ലീഡേഴ്സ് കൂടെ ഉണ്ട്. വിജയിച്ച ലീഡർമാരാണ് പറയുന്നത്. അവരെ കൂടെ കയറി നിൽക്കാൻ വേണ്ടി ആദ്യം ചെയ്ത പണി വേറൊന്നുമില്ല, ആദ്യം തന്നെ സ്റ്റേജിൽ കയറണം. അതിന് വലിയൊരു മോഹമായിരുന്നു. കാരണം മൈക്ക് കൈകൊണ്ട് പിടിച്ചിട്ടില്ല, സ്റ്റേജിൽ കയറി അംഗീകാരം കിട്ടിയിട്ടില്ല. ചെയ്ത ജോലി കൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കി കുടുംബം നോക്കി പോണ ആളാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്ത പണി അന്ന് വേറൊന്നുമില്ല. ഇതുപോലെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, മൈസൂർ ട്രിപ്പ്. നമ്മുടെ ഒരു ചുവടുവെപ്പാന്ന് പറയും പോലെ തന്നെ അന്നൊരു ഗോവ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ വിൻ ചെയ്തു. ആദ്യമായിട്ട് എന്നെ ആദരിച്ചു, എന്നെ സ്റ്റേജിൽ കയറ്റി. അതാണ് ചെയ്തോളൂ. ലീഡർമാർ പറയുന്നത് അനുസരിക്കുക എന്ന് പറയും. ആ ഒരു ഉൽപ്പന്നം 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് എന്റെ വീട്ടിൽ വെച്ച് ഹോം ഷോപ്പിംഗ് നടത്താൻ ഞാൻ തീരുമാനമെടുത്തു. എന്റെ വൈഫ് ഉൾപ്പെടെ പറഞ്ഞു ഇക്കാനെ പറ്റിക്കുകയാണ്, ഇക്ക ഒരു പൊട്ടനാണ്. കുറെ ചുവന്ന കുപ്പികളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം എന്റെ കൂട്ടുകാർ വന്നു, ഹോം ഷോപ്പിംഗ് വരാത്ത കൂട്ടുകാർ വന്നു, എന്റെ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ അവരവിടെ ഉൽപ്പന്നം ഇരിക്കണപ്പോ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇത് രണ്ടും കൽപ്പിച്ച ഇത് വിട്ടു പോകുന്ന പരിപാടിയില്ല. കാരണം ഉൽപ്പന്നങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. അവർ 1-2 ഉൽപ്പന്നം വാങ്ങി അവർ പോയി. റോട്ടിൽ എന്ന് പറഞ്ഞു, വീട്ടിൽ നാട്ടുകാരോടും പറഞ്ഞു, ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റ് ഇറക്കി വെച്ചു. അപ്പൊ തന്നെ ഞാൻ വിജയിച്ചു. അവിടെ എന്താണ് ലക്ഷങ്ങളുടെ, ഞാൻ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തോളെങ്കിൽ അവിടെ ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റായി. അത് എന്നിലേക്ക് വിജയം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ആദ്യം പറഞ്ഞ ആളുകളൊന്നും പ്രൊഡക്റ്റ് വാങ്ങിയില്ല, സ്വന്തക്കാർ കേട്ടില്ല, ബന്ധുക്കാർ കേട്ടില്ല. പല്ല് തേച്ച് പേസ്റ്റ് ഇട്ട് പല്ല് തേച്ച പല്ല് ചാടി പോകുന്ന പറഞ്ഞ കൂട്ടുകാർ എനിക്കുണ്ടായി. പക്ഷെ ഞാൻ 2.5 മാസം കൊണ്ട് TC എന്ന് പറഞ്ഞ റാങ്ക് അടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ കാണുന്നതും പറയുന്നതുമായ ആളുകളെല്ലാം എന്നെ വിജയിപ്പിക്കുന്ന, അതിലപ്പുറം ആളുകൾ വരാനുണ്ട്. ഇന്ന് ഇവിടെ ഇരുന്ന് കൈയടിക്കുന്ന ഓരോ ആളുകളുമാണ് എന്നെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ വിജയം. കാരണം ഇവിടെ വന്ന് ഓരോ മീറ്റിംഗിലും പ്രോഗ്രാമിലും സംസാരിക്കും.
സംസാരിക്കുമ്പോൾ കൈയടി തരുന്ന ലീഡേഴ്സ്, അതുപോലെ അസോസിയേറ്റഡ് പുതിയതായിട്ട് വരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാര്, കൈയടിക്കാൻ മടിയുള്ള ഞാൻ ഉൾപ്പെടെ കൈയടിച്ചാൽ കൈയടി മേടിക്കാമെന്ന് പഠിപ്പിച്ച ലീഡർ എന്റെ കൂടെ ഉണ്ടായി. ഞാൻ കൈയടി കൊടുത്തപ്പോൾ എനിക്ക് നല്ല കൈയടി കിട്ടുന്നു. നമ്മുടെ വിജയം ചെറുതല്ല, വലുതിലേക്ക് എത്തും. ഇത് സ്റ്റാറും സിൽവറും ഗോൾഡും ആയാൽ അവിടെ TC അടിക്കാം, ATC അടിക്കാം, അല്ലെങ്കിൽ DTC അടിക്കാം, സോണൽ അടിക്കാം, STC അടിക്കാം എന്ന് വരെ വിചാരിച്ചപ്പോൾ STC എന്നടിക്കും RTC. കാരണം എത്ര വേണം? 50 ലക്ഷം ബിസിനസ് വോളിയം വേണം. പക്ഷെ STC ആയപ്പോ മനസ്സിലായി ഇപ്പോഴാണ് എളുപ്പം. കാരണം എന്ത് മതി? TCയുടെ എണ്ണം കൂടിയാൽ മതി. അങ്ങനെ TCയുടെ എണ്ണം കൂടി. ഇന്ന് ഇവിടെ കയറി ATCയുടെ എണ്ണം എന്റെ കൂടെ ഉണ്ടായിരുന്നു. TC കയറി, അതുപോലെ ATC കയറി, DTC കയറി, സോണിൽ കയറി, STC വരെ കയറിയപ്പോൾ ഞാൻ കൂടെ വന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരെ കുടുംബത്തിൽ കിട്ടുന്ന സന്തോഷവും സമാധാനവും ചെറുതല്ല. അതുകൂടാതെ നമ്മളിലൂടെ മറ്റുള്ള ആളുകളെ പരിചയപ്പെട്ട് ചെല്ലുമ്പോൾ തളർന്നു കിടക്കുന്ന 3.5 വർഷമായിട്ട് തളർന്നു കിടന്ന ഒരാളെ എണിപ്പിച്ചിരുത്താനും ബാത്റൂമിൽ പോകാൻ സ്വന്തമായിട്ട് കഴിയുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിവുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ചെറിയ കാര്യമില്ല. എന്റെ കുടുംബത്തിൽ തന്നെ 2 ആക്സിഡന്റ് ആയി. ഒരാൾ ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. പക്ഷേ 2.5 വർഷം മുമ്പ് ആക്സിഡന്റ് ആയി 15 അവയവങ്ങൾക്ക് ക്ഷതമുണ്ടായി. ജീവിതത്തിൽ എണിച്ച് നടക്കില്ല, 4 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ആള് 1 ഓപ്പറേഷൻ വരെ ചെയ്യാതെ ഇന്ന് കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ഈ കമ്പനികളാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. വേറെ ഒന്നുമല്ല. അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട. ഉൽപ്പന്നങ്ങൾ വാങ്ങി വയറ് നിറച്ച് കഴിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് 2,10,000 അല്ല കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന വലിയൊരു അവസരമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു. അതുകൂടാതെ അസോസിയേഷനും, അതുകൂടാതെ ഇവിടെ വന്നിരുന്ന ഓരോ BOPയും അറ്റൻഡ് ചെയ്ത് അതിലെല്ലാം കൈയടിച്ച് തന്ന, അല്ലെങ്കിൽ GRP ഗ്രൂപ്പിന്റെ ഏത് പ്രോഗ്രാമിലും എന്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആവേശം എന്നിലേക്ക് പകർന്നു തന്നുകൊണ്ടാണ് എനിക്ക് വിജയം ഉണ്ടായത്. ഈ വിജയം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.